ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ജൂൺ 7 ആൻഡ്രൂവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആൻഡ്രൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൂടുതലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡൊക്കെ ഒരുപാടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ റൈസുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. ഞാൻ എടുത്തിരിക്കുന്നത് റൈസുണ്ട്, പൊറോട്ട ഉണ്ട്, പനീർ കറി ഉണ്ട്, പിന്നെ നമുക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു ഐറ്റം ഉണ്ട്. ഈ ഐറ്റം ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റം. ഓക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ എടുത്ത് കാണിക്കാമേ. ഇതാ നോക്ക്, എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും ചട്നി ഉണ്ട്. ഇതാ കോക്കനട്ട് ചട്നി വരെ ഉണ്ട്, മിൻറ്റ് ചട്നി ഉണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്, പിന്നെ മാംഗോ ചട്നി ഉണ്ട്. കണ്ടില്ലേ, കൂടുതൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കോക്കനട്ട് ചട്നി എങ്ങനെ വന്നെന്ന് അറിയില്ല. നേരത്തെയൊക്കെ ഇവിടെ ദോശ തരുമായിരുന്നു, ഇന്ന് ദോശയില്ലായിരുന്നു. നമ്മുടെ പപ്പടം ഉണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് ബജ്ജിയാണ്, ഓണിയൻ ബജ്ജി. കൊള്ളാം. പിന്നെ നല്ല ക്രിസ്പിയാണ്, അതൊന്നും നല്ല സോഫ്റ്റാണ്. നമുക്ക് മിൻറ്റ് ചട്നിയിൽ മുക്കി കഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്യുന്നത് നമ്മുടെ കുർക്കുറെ. ഇത് കുർക്കുറെ ബിണ്ടിയാന്ന് തോന്നുന്നു. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു ഐറ്റം. കൊള്ളാം. നിങ്ങൾ കോക്കനട്ട് ചട്നിയാണ് ട്രൈ ചെയ്യാം. മധുരം, കോക്കനട്ട് ചട്നിക്ക് മധുരം. പിന്നെ വേറെ സംഭവം ഉണ്ട്, ഇതുണ്ടോ, കണ്ട ഇറച്ചി പോലെ ഇരിക്കും. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇല്ലേ, അതുപോലത്തെ സംഭവം. അത് കൊള്ളാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി ചോറ്, എനിക്ക് വിശന്നിട്ട് പോയാം. അവിടെ പനീർ, ചോറിൻ്റെ കൂട്ടത്തിൽ പരിപ്പൂറി ഉണ്ടല്ലോ, നമ്മുടെ പച്ചപ്പയറിൻ്റെ പരിപ്പൂറി ഉണ്ട്. സാലഡ്. പക്ഷെ പൊറോട്ട കുറച്ചും എല്ലാ പൊറോട്ട പോലൊക്കെ നേരത്തെ തരുമായിരുന്നു. പൊറോട്ടൻ്റെ അടിയിൽ എവിടെയുണ്ട് നോക്കിയോ. പൊറോട്ട നമ്മൾ കൈ കൊണ്ട് വയ്ക്കാം. ഇവിടെ വരുന്നത് കൂടുതലും വെള്ളക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഫുഡൊക്കെ. കാരണം അവരിങ്ങനെ എരിവൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തനി നാടൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാത്തിനും എരിവ് കുറവാണ്. സ്പൈസസ് ഒക്കെ കുറച്ചാണ് ചെയ്യുന്നത്, പക്ഷെ ടേസ്റ്റൊക്കെ നല്ലതാണ്. ഇതാ പൊറോട്ട, പൊറോട്ടയും പനീറും അടിപൊളി. എൻ്റെ അടുത്തിരിക്കുന്ന സായിപ്പ് പപ്പടം തിന്നുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ എനിക്കൊരു പപ്പടം തിന്നാൻ തോന്നും. പിന്നെ ആലു ഷാഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ.
നമ്മൾ വഴുതനങ്ങ ഒന്ന് ട്രൈ ചെയ്തില്ല. നോക്കട്ടെ. കൊള്ളാം. നേരത്തെ ഈ വഴുതനയ്ക്ക് പകരം ഈ ഗുജറാത്തികളുടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതിന് പകരം ഇപ്പം ഇത്. അത് കൊള്ളാം. ബിരിയാണി റൈസ് ആണ് കേട്ടോ. അടിപൊളി ഗൈസ്. കടലക്കറി ഉണ്ട്. ഒരു 10-20 ഐറ്റം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ആലു ഗോപിയാന്ന് തോന്നുന്നു. സാലഡൊക്കെ അടിപൊളിയാണ്. സാലഡ് ഇപ്രാവശ്യം കുറവാന്ന് തോന്നുന്നു. സാധാരണ ഇതിലും കൂടുതൽ സാലഡ് ഉണ്ട് ഇവിടെ. പൊട്ടേറ്റോ സാലഡ്. അടിപൊളി ഗൈസ്. ചീര. പക്ഷെ ഒത്തിരി ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കിനും വയറങ്ങ് നിറയും. പിന്നെ ഡിസേർട്ട് കഴിക്കാനുള്ള സമയം കിട്ടില്ല. സമയമല്ല, സ്പേസ് കിട്ടത്തില്ല. ഗുലാബ് ജാമുനാണ് ഇവിടുത്തെ ഡിസേർട്ടിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ റൈസ് പുഡിംഗ് ഉണ്ട്. ഞാനിവിടുത്തെ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് ആൻഡ്രൂൻ്റെ ബർത്ത്ഡേ ആണ്, June 7th. അപ്പം ഞാനാണ് ട്രീറ്റ് കൊടുക്കുന്നത്. അപ്പം ആൻഡ്രൂവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ബർത്ത്ഡേക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ. ഗൈസ്, നമ്മുടെ ഡിസേർട്ട് വന്നിട്ടുണ്ട്. ആൻഡ്രൂൻ്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് കഴിച്ച് വയറ് നിറഞ്ഞിനി. ഡിസേർട്ടിന് കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പം എന്നാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ സിറപ്പും പിന്നെ റൈസ് പുഡിങ്ങും കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ റവ കേസരി ഉണ്ട്, അതും ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്ത്. ഇതെൻ്റെ ഒരു സ്റ്റൈൽ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടെ മെലൺ ഉണ്ട്, പിന്നെ വാട്ടർമെലൺ, പിന്നെ നമ്മുടെ പൈനാപ്പിൾ. ഓക്കെ, ഇത്രയും. തണ്ണിമത്തങ്ങ, പിന്നെ ഇതിനെന്തോ മലയാളത്തിൽ എനിക്കറിയത്തില്ല, മെലൺ എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസേർട്ട്. അപ്പോൾ ഞാൻ ഡിസേർട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ പൈനാപ്പിളും മെലൺ. ഞാൻ അത്ര മെലൺ ഫാൻ അല്ല. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് മെലൺ കഴിക്കാം. പിന്നെ നമ്മുടെ പൈനാപ്പിൾ. പൈനാപ്പിൾ നല്ല മധുരമുണ്ട്.
പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങ. കണ്ടിട്ട് നമ്മുടെ എല്ലാ സ്വീറ്റ്സ് പോലെ ഉണ്ട്. ചില നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ. ഇനി നമ്മുടെ റൈസ് പുഡിംഗ് വിത്ത് ഗുലാബ് ജാമുൻ. റൈസ് പുഡിങ്, ഗുലാബ് ജാമുനും അതിൻ്റെ സിറപ്പും റവ കേസരി എല്ലാം കൂടെ. ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. സായിപ്പന്മാരാണ് മുഴുവൻ. അവർക്ക് നമ്മുടെ ഭക്ഷണം ഇഷ്ടമാണ്. എരിവില്ലാത്തതുകൊണ്ട് അവരിവിടെ വരും. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാമേ. വാവ്, നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തതൊന്നും കഴിച്ച് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ റൈസ് പുഡിങ്ങും 5 കൂട്ടത്തിൽ നമ്മുടെ ഗുലാബ് ജാമുൻ, അതിൻ്റെ സിറപ്പും റവ കേസരി എല്ലാം കൂടെ. എല്ലാം മധുരമാണ്. ഓ, കുഞ്ഞ് റൈസാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന റൈസ് പുഡിങ്ങായിട്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഈ റെസ്റ്റോറൻറ്റ് ഒരു മലയാളികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം നോർത്ത് ഇന്ത്യക്കാരായിരുന്നു, പിന്നെ കോഴിക്കോടുള്ള ഒരു ഫാമിലിയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴവർ തന്നെ ആണോ എന്ന് എനിക്കറിയാം. ആണെന്ന് തോന്നുന്നു, കാരണം പൊറോട്ട ഉണ്ട്. നമ്മൾ കേരള പൊറോട്ട പോലൊക്കെ ഏകദേശം അവർ ഉണ്ടാക്കി തരുന്നത്. അപ്പം അവർ തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഡിസേർട്ട് കലക്കി. ഡിസേർട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരത്തെ ഗുലാബ് ജാമുനകത്ത് അത്ര സിറപ്പ് തരത്തില്ലായിരുന്നു ഇവർ. ഇപ്പം കൊള്ളാം, അടിപൊളി കാഴ്ച. നമ്മുടെ പായസം ഉണ്ടല്ലോ, അരിയുടെ പായസം, അതുപോലെയാണ് ഈ റൈസ് പുഡിംഗ്. അരി പായസത്തിനകത്തോട്ട് ഗുലാബ് ജാമുൻ കലക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിച്ച് അടിപൊളി ടേസ്റ്റാണ് കാശ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി. ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട് ഇപ്പോൾ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, മൊത്തം വെള്ളക്കാരാണ്. ആൻഡ്രൂ എവിടോട്ടോ പോയി. ഇന്ത്യൻ ഡിസേർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഗുലാബ് ജാമുൻ. അപ്പം സാധാരണ എനിക്കിങ്ങനെ ഈ അരിപ്പായസം റൈസ് പുഡിംഗ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ വീണ്ടും വരാം. ഇതുവരെ കാത്തിരിക്കാം. ബൈ ബൈ.